കഴിഞ്ഞാൽ നമ്മളത് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. എനിവേസ്, ഈ 14-ാം തീയതി നമുക്കറിയാം വാലന്റൈൻസ് ഡേ ആണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ഡേറ്റിൽ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വാലന്റൈൻസ് മാറിയാലും വാലന്റൈൻസ് ഡേയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ ഈ വർഷത്തെ വാലന്റൈൻസ് ഡേ ഏറ്റവും സ്പെഷ്യൽ ആകാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഒരുപക്ഷെ മലയാള സിനിമയിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. 80കളിലും 90കളിലൊക്കെ മലയാള സിനിമയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. നമ്മൾ എന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്യാങ്. ഇവർ ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണെന്ന് നമുക്ക് 100% കോൺഫിഡന്റോടെ പറയാൻ പറ്റും. സോ അവരെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ബിക്കോസ് കഴിഞ്ഞൊരു 2 മണിക്കൂറായിട്ട് നിങ്ങൾ ഇവരിവിടെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ റെഡി? അപ്പോൾ ലെറ്റ്സ് വെൽക്കം ദ ലീഡിംഗ് ലേഡി ഓഫ് റൊമാൻസ്. ഈ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ഹൗസ് ഓഫ് ടാലന്റ്, ചാം ആൻഡ് ഗ്രേസ് ആണ്. ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിലൂടെയും നമ്മുടെ ഹൃദയം ഇങ്ങനെ പിടിച്ചടക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. Put your hands together to welcome the stunning and incredibly talented Mahima Nambiar. നല്ലൊരു കൈയടി. മഹിമയ്ക്ക് മാത്രം തുടക്കത്തിൽ ഒരു പണി തന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞേക്കണേ. മഹിമ ഈ ഒരു വാലന്റൈൻസ് ഡേ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട UAE-യിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മഹിമ ഒരു പാട്ട് പാടുവോ? ഹലോ, മഹിമയെ പോലെ വളരെ ടാലന്റഡ് ഒരു സിംഗർ ഇപ്പൊ എല്ലാ ഇന്റർവ്യൂസ്, സ്റ്റേജ് ഷോസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് മഹിമ പാട്ട് പാടുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് ലൈവായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട്. ഹലോ ദുബായ്, ഹായ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആദ്യം തന്നെ എന്നെ വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തുമുണ്ടണ്ട? കാസർഗോഡ് സ്റ്റൈലിൽ മുണ്ടണ. ഞാൻ എവിടെ പോയെങ്കിലും കാസർഗോഡ് സ്റ്റൈലിൽ തന്നെ മുണ്ടുന്നത്. ഇനിയിപ്പോ എങ്ങനെ മുണ്ടുന്നത്? പാട്ട് കാസർഗോഡ് സ്റ്റൈലിൽ പാടാനാവോ എനിക്ക്? താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. പാട്ട് ഓക്കെ, ഒരാളും കൂടി ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഒരു വയലിൻ ബാക്കപ്പും കൂടി ആവുമ്പോൾ നല്ല നല്ല കിടിലായിരിക്കും കേൾക്കാൻ. ശ്യാം. സോ ബ്യൂട്ടിഫുൾ. ആ പാടാം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയും. അവന് ചിരി എനിക്ക് ഇവിടെ കേൾക്കാം, ഷൂട്ടിങ്ങിലും ചിരിപ്പിക്കും. ഇവര് സപ്പോർട്ട് ചെയ്യണല്ലോ കേട്ടോ. നമുക്കൊരു പ്ലാൻ ഉണ്ട്, ഇവരെ ഓഡിയൻസ് എല്ലാരും കൂടി പാടാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. മഹിമയുടെ കൂടെ നമ്മൾ നേരത്തെ ഒരു ട്രയൽ നോക്കില്ലേ, നിങ്ങൾ പാടില്ലേ? പാടുവോ? റെഡിയാ? വയലിനിൽ ഒരു ട്യൂൺ വായിക്കാം, റിപ്ലൈ ചെയ്യും. റെഡി? നേരത്തെ പ്ലാൻ ചെയ്ത് കേട്ടോ. ദുബായ്
ആക്ടറല്ല കേട്ടോ, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച് മഹിമ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ അല്ല. മെമ്പറാണ് കേട്ടോ, എന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ശ്യാം ആൻഡ് താങ്ക്സ് മഹിമ. ഇനിയിപ്പോ നമുക്ക് പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോവാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു വേർഡ് പറയാം. ആ വേർഡ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യടിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തിയോട് എത്ര സ്നേഹം ഉണ്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. മലയാള സിനിമയിലെ മോസ്റ്റ് പ്രോമിസിംഗ് ആക്ടർ, പ്രേമലു എന്ന സിനിമയിലെ ആദി എന്ന കഥാപാത്രം, നമ്മളുടെ ലൈഫിൽ ജസ്റ്റ് കിഡിങ് എന്ന ടേമിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയിട്ടുള്ള നടൻ ശ്യാം. ശ്യാം, ഞാൻ ശ്യാമിലേക്ക് വരാം. ഒന്ന് ആലോചിച്ച് വെച്ചോ പറയാനുള്ളത്. നമ്മുടെ ബാക്കി എല്ലാവരും കൂടി ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എനിക്ക് വെൽക്കം ചെയ്യാനായിട്ടുള്ളത്, ഇദ്ദേഹത്തെ നമ്മളുടെ മലയാളികളുടെ സ്വന്തം അമൽ ഡേവിസ് എന്നാണ് നമ്മൾ വിളിക്കുക. He's not just an actor, he's also a film editor. Best Editor Award Kerala State Award സ്വന്തമാക്കിയിട്ടുള്ള സംഗീത് പ്രതാപ്. നല്ല കൈയടി. ഓക്കെ, അടുത്ത ആള് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സീരിയസ് റോള് മുതൽ, അതായത് നമ്മുടെ മനസ്സിൽ ഈ വ്യക്തി ഏത് സിനിമയിൽ ഏത് കഥാപാത്രം ചെയ്താലും നമ്മളുടെ ഓർമ്മയിൽ ആ കഥാപാത്രം നിൽക്കും. അത്രയധികം ജീവൻ നൽകിയാണ് ഓരോ കഥാപാത്രത്തിലും അദ്ദേഹം അഭിനയിക്കുന്നത്. റൊമാൻസ് എന്ന സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ബിനു പപ്പു. മലയാള സിനിമയിൽ ഇനി അടുത്തത് മോസ്റ്റ് പ്രോമിസിംഗ് യങ് ആക്ടർ. ഇമോഷണൽ ആയിക്കോട്ടെ, ഹ്യൂമർ ആയിക്കോട്ടെ, എല്ലാം വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു നടനാണ്. കുറെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു പയ്യൻ, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ഒരു ചാം തീർച്ചയായിട്ടുള്ള ഒരു നടനാണ്. നെക്സ്റ്റ് ഓൺ ടു ദ സ്റ്റേജ്, ലെറ്റ്സ് വെൽക്കം മാത്യു തോമസ്. ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം തന്നെ മോസ്റ്റ് വെർസറ്റൈൽ ആക്ടർ എന്നാണ് പറയേണ്ടത്. രോമാഞ്ചം, ഭ്രമയുഗം, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് പറയാനുണ്ട് ഓരോ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല്. ആരാ കേൾക്കാൻ വയ്യ? ആരാ? അർജുൻ. 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 Please put your hands together for Arjun Ashokan. Dubai. ഇപ്പോ നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നതാണ് ബ്രൊമാൻസ് ടീം. Let's hear it for Bromance. ഇവർ ഓരോരുത്തരെ കൊണ്ട് ഞാൻ സംസാരിക്കാം, പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് ബ്രൊമാൻസ് സിനിമയുടെ ട്രെയിലർ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ച് നമുക്ക് ഓരോ ആക്ടേഴ്സിന്റെ അടുത്തും അവരുടെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. Can we have the trailer?